കേക്ക് മുറിയും തുലാഭാരവുമായി നടക്കുന്ന കേക്കച്ചനെ കുറിച്ച് ഒരു കോൺഗ്രസ് അച്ചായന് പറയുവാനുള്ളത്. ഒതുക്കത്തിൽ കേക്ക് മുറിയും പാർട്ടിയിലെ നേതാക്കന്മാർക്കിട്ട് പാരപണിയും തേൻകണിയും കൂടോത്രവും നടത്തിയിട്ട് പാർട്ടിയെ പ്രതിസന്ധിയിലാക്കി പാർട്ടി പരിപാടികളിൽ പങ്കെടുക്കാതെ പോയി ഉണ്ണിയപ്പവും പഞ്ചസാരയും ഒക്കെ കൊണ്ട് തുലാഭാരം നടത്തുന്ന കേക്കച്ചനെ കുറിച്ച് 80 വയസ്സുള്ള ഒരു ചെങ്ങന്നൂരുകാരൻ അച്ചായൻ ജോർജിന്റെ വാക്കുകൾ കേൾക്കുക. കേക്ക് മുറിയൻ ഇളിച്ചുകൊണ്ട് തുലാഭാരത്രാസിൽ ഇരുന്നു കൊണ്ട് PR ടീമിന്റെ ഫോട്ടോഷൂട്ടിന് പോസ്റ്റ് ചെയ്യുന്നത് കണ്ട് അറപ്പ് തോന്നി നിരവധി കോൺഗ്രസ് പ്രവർത്തകർ റിയാക്ട് ഫോർ റൈറ്റിലൂടെ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണ്. ITV ന്യൂസ് മിഷൻ 60യുടെ 15ാം ദിനത്തിൽ സഹികെട്ട ഒരു 80 വയസ്സുകാരന്റെ പ്രതികരണം കേൾക്കുക. കേരളത്തിലെ ഓരോ ജനങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ് ജോർജ് അച്ചായനിലൂടെ നമുക്ക് കേൾക്കുവാൻ സാധിക്കുന്നത്. എൻ്റെ പേര് ജോർജ് എന്ന്, ഞാൻ ചെയ്യുന്നു. ആ സതീശനെ എങ്ങനെയും എടുത്ത് ദൂരെ കളയരുത്. ഞാനൊരു കോൺഗ്രസ്സുകാരനാണ്. എൻ്റെ ജീവിതത്തിൽ ആദ്യം മുതൽ ഞാൻ കോൺഗ്രസ്സുകാരനായിട്ട് ജീവിച്ചത്. ഈ എൻ്റെ വായിൽ തെറിയാ വരുന്നത്. ഈ എന്തിനാ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് അവിടെ വന്നത്? ഈ മറ്റുള്ള ഈ എൻ്റെ വായി വരുന്ന ആ മക്കളെല്ലാം കൂടെ ഇവനെ എടുത്ത് അവിടെ വെച്ചേച്ച് ഇവൻ കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം കൂടെ പിടിച്ചാൽ അവളും ഈ ഇവനുമായിട്ട് ബന്ധമില്ലെന്ന് ആര് പറയുന്നു? നമുക്ക് കാണുന്നവർക്ക് അറിയാൻ വയ്യ ഇവനും അവനുമായിട്ട് ബന്ധമുണ്ടെന്ന്. ഈ കോൺഗ്രസ്സുകാർക്ക് ഒരു വിവരമില്ലാത്ത വ്യക്തികളായി എല്ലാം. ഈ രമേശ് തല മറ്റുള്ള ഈ ഇവനെല്ലാം കൂടെ ഈ ആവശ്യമില്ലാത്ത ഈ പട്ടിയെ എടുത്ത് ഇതിൻ്റെ അകത്ത് വന്ന് വെച്ച ഉമ്മൻചാണ്ടി അപാവം പിടിച്ച മനുഷ്യനെ ഇവന് എന്തെല്ലാം പറഞ്ഞു. ആ പാവം പിടിച്ച മനുഷ്യനെ ഇവൻ എന്തെല്ലാം പറഞ്ഞു. എന്നിട്ട് ഈ കോൺഗ്രസ്സുകാരന് എല്ലാം കൂടെ ഇവനെ എടുത്ത് തലയിലോട്ട് വെച്ചേക്കുക. ഇവൻ കാണുന്ന പെണ്ണുങ്ങളെ എല്ലാം പുറത്ത് കയറാനിട്ട് ഇവളുമായിട്ട് ഇവന് സംസാരിക്കില്ലെന്ന് ആരറിഞ്ഞു? എൻ്റെ വായിൽ വരുന്ന ശരിയൊന്നും ഒന്നും പറയണ്ട. ഞാൻ ഒരു കോൺഗ്രസ്സുകാരൻ്റെ ആയിട്ട് ജീവിച്ചു. എൻ്റെ അപ്പനും അമ്മയും എല്ലാം അങ്ങനെ ജീവിച്ചു. ഇവന് കാണിക്കുന്ന ദേലാഴി എന്ന് പറഞ്ഞാൽ ഇവനെ എൻ്റെ കയ്യിൽ കിട്ടിയിരുന്ന ഇവനെ ഞാൻ തല്ലിക്കൊന്നേന്. ഞാനങ്ങ് ജയിലിൽ പോയാലും കുഴപ്പമില്ല. ഇവനെ ഞാൻ തല്ലിക്കൊന്നേന്. തന്തയില്ലാത്ത മോനെ അങ്ങ് തല്ലിക്കൊന്നേന്. അവൻ ഏതാണ്ട് കോൺഗ്രസിനെ ഉണ്ടാക്കാൻ കയറിയേക്കുക. അവൻ പിണറായിയുടെ നിന്ന് കാശ് മേടിച്ച പിണറായിക്ക് അടുത്ത ഭരണം കൊടുക്കാനായിട്ട് അവൻ ഈ എൻ്റെ വായിലെ ഇതൊന്നും അല്ല എൻ്റെ സെറി. അങ്ങേയറ്റത്തെ സെറിയാ. എന്നെ എന്താ മുന്നേ ചെയ്താലും എനിക്കൊരു കുഴപ്പമില്ല. 80 വയസ്സ് കഴിഞ്ഞ് ഞാൻ 80 വയസ്സാണ്. ഈ ഓഗസ്റ്റിൽ 80 വയസ്സ് കഴിഞ്ഞ 80ാമത്തെ വയസ്സിലോട്ട് കയറിയാണ് ഞാൻ. ഇത്രയും നാൾ ഈ ഗവന്മാർ കാണിച്ച കൊള്ളരുതാടിയൊക്കെല്ലാം ഈ മേടിച്ച അവരുടെ വടിച്ചു നക്കാൻ പോയേക്കുന്നു. പിണറായിയുടെ ഊണ് മേടിക്കാനായിട്ട് ഇവിടെ കാശില്ലയോ? ഇവൻ കോടികൾ പിണറായിയുടെ നിന്ന് മേടിച്ചേക്കുന്നേ. എന്നിട്ട് അവന് അടുത്ത ഭരണം കൊടുക്കാനായിട്ട് പോയേക്കോ. ഈ മറുപടി പറയാൻ അറിയാൻ വയ്യാഞ്ഞിട്ടല്ല. ഞങ്ങൾ കോൺഗ്രസ്സുകാർക്ക് ഒരു മര്യാദയുണ്ട്. അവരൊക്കെ പോയേക്കോ കേക്ക് തിന്നാനായിട്ട് അവൻ്റെ അവിടെ വായിലോട്ട് വെച്ച് കൊടുക്കുക. അവൻ ഇവിടെ വായിലോട്ട് വെച്ച് കൊടുക്കുക. ആ കേക്ക് പിന്നെ ആരും തിന്നാൻ ചെല്ലുമ്പോൾ ഇവന് ഭയങ്കര വിഷമം. ഇവൻ ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചോണ്ട. ഇവനും രമേശ് ചെന്നിത്തല ഉമ്മൻചാണ്ടിയെ നശിപ്പിച്ചോണ്ട്. ഉമ്മൻചാണ്ടി ആർക്കും ഒരു തൊഴിലും ചെയ്തിട്ടുള്ളതില്ല. എന്നിട്ട് ആ മനുഷ്യനെ ഇല്ലാതാക്കി വെച്ചാൽ ഇവൻ വന്നേക്കുവാ കോൺഗ്രസിനെ ഉണ്ടാക്കാതെ. അവനെ മുന്നിൽ നിർത്തി കോൺഗ്രസ് വരുന്ന തവണ ഈ തെരഞ്ഞെടുപ്പിൽ അഭിമുഖീകരിച്ചാൽ രക്ഷപ്പെടുവോ കോൺഗ്രസ് ഇവനെ മുന്നിൽ നിർത്തിയ? ഇവൻ മുന്നിൽ നിന്താൻ ഒരു കാലത്തും കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. ഈ കോൺഗ്രസ്സുകാരെല്ലാം കൂടി സമരത്തിന് ഞാനൂടെ വരാം. ഇവനെ അവിടെ പറിച്ച് കളയണം. ഇവനെ കളയാതെ ഈ കോൺഗ്രസ് രക്ഷപ്പെടുകയില്ല. ഈ നശിച്ച ഭരണം എങ്ങനെയും ഒന്ന് നീക്കി കിട്ടാനായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കും. എന്നിട്ട് ഇവന് വന്നേക്കുക. അവൻ കാശും മേടിച്ച് 1500
പിന്നെ രൂപയും മേടിച്ച 1500 പിന്നെ ദുബായി പോയത് പിണറായിയുടെ പണം മേടിക്കാനാണ് പോയത്. പിണറായിയുടെ പണവും മേടിച്ചു പിണറായി അടുത്ത ഭരണത്തിലേക്ക് കൊണ്ടുവരാൻ പോയേക്കുന്നത്. ഇത് കാണുന്ന ഈ കേരളത്തിലെ ജനത്തിന്റെ അറിയാതെയായോ? ഇവൻ നമ്മളെ നന്നാക്കാൻ പോവാ. ഇവൻ ഇറങ്ങി പോകാതെ ഈ രാജ്യം ഈ കേരളം നന്നാകത്തില്ല. അവള് കേട്ടതിൻ്റെ പോയിച്ച് അവള് പറഞ്ഞു എനിക്ക് വ്യക്തമൊന്നുമില്ല എന്ന് ഏതാണ്ട് പറഞ്ഞപ്പോൾ ഇവൻ പോയേക്കുന്നു. രാഹുൽ മാങ്കൂട്ടത്തിനെ എടുത്ത് ഞാൻ അങ്ങോട്ട് കളഞ്ഞു. എൻ്റെ കോൺഗ്രസിൻ്റെ ഇത് ഭയങ്കരമാണ്. ഞങ്ങള് മനുഷ്യരില്ല ഇതൊരുക്ക് പോകും. ഇത് സഹിച്ച് ഇത് മുഴുവനൊക്കെ സഹിച്ച് ഇതൊന്ന് ഇഷ്ടാറ്റാക്കിയാണ് ഇത്രയും ദിവസം ഈ ടെലിഫോണിൽ വിളിച്ചു. നന്ദിയുണ്ട് കേട്ടോ, ഇത്രയും കൊണ്ടുവന്നതിന് നന്ദി. ആ രാഹുൽ മാങ്കൂട്ടത്തിലെ അത് എൻ്റെ എന്തോ ഒന്നോ അല്ല, ഞാൻ ഇതുവരെ കണ്ടിട്ടുമില്ല, ഞാൻ അവനോട് സംസാരിച്ചിട്ടുമില്ല. ഞാൻ 80 വയസ്സുള്ളവല്ല. എൻ്റെ മോൻ്റെ പ്രായം പോലെ ഇല്ല. എൻ്റെ മോൻ അതിന് കൂടുതൽ പ്രായമുണ്ട്. എൻ്റെ മോക്ക് പിന്നെ 46 വയസ്സുണ്ട്. എങ്കിലും ആ കൊച്ചനെ ചുമ്മാതി ഇവൻ ഈ തന്തേരാത്ത മോന് ഏതാണ്ട് അവൻ്റെ ധാരണയാണ്. എന്തോ അവൻ്റെ നല്ല ധാരണ. അവൻ്റെ പെണ്ണുമ്പിള്ള ഞാൻ പറയുന്നില്ല, പറഞ്ഞാൽ അങ്ങേ അറ്റത്തെ ആയിപ്പോകും. അല്ല, ഇപ്പൊ ഈ ധാരണയായിട്ട് എന്തുണ്ടായി? ഇപ്പൊ ഇതുവരെ എന്തെങ്കിലും തെളിവിനെതിരെ ഉണ്ടായോ? എന്ത് കിട്ടിയോ? മാർക്ക് എന്തായി? ഇതിന്റെ ധാരണ എന്തായി? നിലപാട് അവിടെ പോയി? ഇവന്റെ നിലപാടെന്ന് പറഞ്ഞാൽ ഇവന് എന്തെങ്കിലും നിലപാടുണ്ടെങ്കിൽ ഇവന് ഇത്രയും നാളായിട്ട് എന്താ നിലപാടായി ഈ കൊച്ചന്റെ പേരിലുണ്ടായത്? ഇവന്റെ പേരില്ല. ഇവൻ പറയുന്നതിന്റെ മറുപടി പറയാൻ ഒരു മനുഷ്യനില്ല. ഇവന് അങ്ങോട്ട് ചോദിക്കുന്നതിന് മറുപടി പറയാൻ, ഇവനോട് ചോദിക്കുന്നതിന് മറുപടി പറയാൻ ഇവനറിയാം. ഈ ഇവൻ അവര് ചോദിക്കുന്നതിന് മറുപടി പറയാൻ ഇവൻ അവിടെ പിന്നെ പ്രതിപക്ഷ നേതാവായിട്ട് എണ്ണീറ്റ് നിന്നുണ്ട് ഏതാണ്ട് പറയുന്നു. അവരതിൻ്റെ അങ്ങേയറ്റത്തെ പറയുന്നത്. ഇവനത് മറുപടിയില്ല. എന്നിട്ട് അതേ സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറഞ്ഞാൽ അവൻ പറയുന്നതിന് മറുപടി പറയാൻ ഈ BJPക്കോ പിന്നെ മാർക്സിസ്റ്റ് പാർട്ടിക്കോ മറുപടിയില്ല. അതിനാ അവരെ എങ്ങനെയാലും ഇവരെ തടയണമെന്ന് കണ്ട് പിന്നെ പിണറായി വിജയനോട് ചോദിച്ചു, തന്നെ മനുഷ്യനായിട്ട് ആരെങ്കിലും പറഞ്ഞോട്ടോ ഉണ്ടോ എന്ന് ചോദിച്ചു. അതിൻ്റെ പിന്നെ ഇതാണ് ഈ കുഴപ്പം. അതുകൊണ്ടാണ് ഇവനെ എങ്ങനെയും നശിപ്പിക്കണമെന്ന് കണ്ട് പിണറായി വിജയൻ ഇവന് കാശ് കൊടുത്തു. ഇവനെ അവിടെ നിന്ന് നശിപ്പിക്കാനായിട്ട് ഇവന് കാശ് കൊടുത്ത് നമുക്ക് ആഹാരം കഴിക്കുന്നവർക്ക് അറിയരുതോ? പിണറായി വിജയനോട് ചോദിച്ചു, തന്നെ മനുഷ്യനായിട്ട് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചതിന് മറുപടിയാ ഇവനെ എങ്ങനെയും അവിടെ നശിപ്പിക്കണം എന്നും കണ്ട് പിന്നെ സതീശന് കാശ് കൊടുത്തേച്ച സതീശൻ അവനെ കളയാൻ നോക്കി. നമുക്കൊക്കെ അറിയാം, നമ്മളെല്ലാം ഇതെല്ലാം കണ്ടോണ്ടായിരിക്കുന്നു. നമുക്കൊക്കെ വിവരവും വിദ്യാഭ്യാസവും ഇല്ല, പോട്ടെ, വിവരമുണ്ട്. ഈ വിവരമുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും പറയാൻ. എവിടുന്നാണേലും എനിക്കൊരു പേടിയില്ല, എനിക്കൊരു ഭയവുമില്ല. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്കുണ്ട് ഒരു മര്യാദ. എന്നാ ഒരു കൊച്ചൻ്റെ വളർന്നു വരുന്നു, ഇവൻ വളർന്നു വരുന്നിട്ട് നമുക്ക് എൻ്റെ കാര്യം സാധിക്കാനാ? ഇവൻ പിണറായിയുടെ ആളാ, അവിടെ പഠിച്ചു നിർത്താൻ പോയി. അത് കഴിഞ്ഞ് ഈ പെണ്ണുങ്ങളെ എല്ലാം കയക്ക് മുറിച്ച് അവരുടെ വായി കൊടുത്ത് അവരുടെ ഇത് നക്കി തിന്നേച്ച് വരുന്നവരാ. നമുക്ക് കാണുമ്പോൾ അറിയരുത്. ഈ കേക്കച്ചനെ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തു കളഞ്ഞാൽ ഈ പാർട്ടിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ? നേട്ടം ഉണ്ടാവുമോ? കോട്ടം ഉണ്ടാവുമോ? ഒന്നും സംഭവിക്കുകയല്ല. ഈ കോൺഗ്രസ് ഏറ്റവും വലുതായിട്ട് മുന്നോട്ട് വരും. ഇവനെ പുറത്ത് കളയണം. അല്ലെങ്കിൽ ഇവനെ പുറത്ത് കളഞ്ഞാൽ ഈ പാർട്ടി നന്നാവും. ഇവന് ഈ പുറത്ത് കളയണം. ഇവന് എന്താ വഴി ഇവൻ ചെയ്തത്? ഇവൻ എന്തായാലും ഒരു ഗുണം ചെയ്തോ? ഇവൻ അന്ന് മുതൽ പിണറായിയുടെ
അങ്ങ് നടക്കുക, പിണറായിയുടെ അങ്ങ് നടക്കുക. എന്തിട്ട എൻ്റെ വായില് ഇത് കേൾക്കാൻ മറ്റുള്ളവർ കേട്ടാൽ മറ്റുള്ളവരും കൂടെ കേൾക്കുമല്ലോ, അതുകൊണ്ട് കുഴപ്പമില്ല. ഞാൻ പറയുന്നില്ല. പിണറായിയുടെ താങ്ങി നടക്കുന്നു. ഇവനെയും രമേശ് ചെന്നിത്തലയും കളഞ്ഞാൽ ഈ കോൺഗ്രസ് നടക്കും. ജോർജ് അച്ചാന്റെ പ്രതികരണം കേട്ടല്ലോ. കേരളത്തിലെ ഓരോ ജനങ്ങളും പറയുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളാണ് ജോർജ് അച്ചായനിലൂടെ നമ്മൾ ഈ കേട്ടത്. i2i News, an eye for truth. i2i News സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെൽ ബട്ടണും അമർത്തുക.